സാമുദായിക സമവാക്യങ്ങൾ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിലും നിർണായകമാകും. മണ്ഡലത്തിൽ കൂടുതൽ വോട്ടുള്ള നായർ വോട്ട് ലക്ഷ്യം വെച്ചാണ് ഇരുമുന്നണികളും ഇതേ സമുദായത്തിലെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ നാടാർ, ഈഴവ, മുസ്ലിം സമുദായങ്ങളുടെ സ്വാധീനവും മേഖലയിൽ ശക്തമാണ്. അരുവിക്കരയിലുള്ള 8 ഗ്രാമപഞ്ചായത്തുകളിൽ കൂടുതലായും നായർ സമുദായത്തിന് സ്വാധീനമുള്ള മേഖലകളാണ്. ഇരു മുന്നണികളും നായർ സ്ഥാനാർത്ഥിയെ നിർത്താൻ ആലോചിച്ചതും ഈ ഘടകം മുന്നിൽ കണ്ടു തന്നെ. ബാലകൃഷ്ണപിള്ള കൂടിയെത്തിയതോടെ നായർ സമുദായത്തിലെ വോട്ടുകൾ ലഭിക്കുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. സുലേഖ ടീച്ചർ എത്തിയാൽ സാമുദായിക വോട്ടുകൾ മറിയില്ലെന്ന് UDFും കണക്കുകൂട്ടുന്നു. നാടാർ, ഈഴവ സമുദായങ്ങളാണ് മണ്ഡലത്തിലെ മറ്റൊരു പ്രമുഖ ശക്തി. ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും കഴിയുന്ന തരത്തിൽ ശക്തരാണ് നാടാർ സമുദായമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. എന്നാൽ PC ജോർജ് നേതൃത്വം നൽകുന്ന അഴിമതി വിരുദ്ധ മുന്നണിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി നാടാർ സമുദായത്തിൽ നിന്നാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വോട്ടുകൾ ലഭിക്കുമോ എന്ന ആശങ്ക പ്രധാന മുന്നണികൾക്കുമുണ്ട്. UDFന്റെ തോൽവിക്ക് വേണ്ടി PC ജോർജ് നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ നാടാർ വോട്ടിൽ LDF കണ്ണുവെക്കുന്നുണ്ട്. മുസ്ലിം, ഈഴവ വോട്ടുകളിലും ഇരു മുന്നണികളും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. കേരളത്തിലെ മിക്ക നിയമസഭാ മണ്ഡലങ്ങളിലെയും പോലെ സാമുദായിക സമവാക്യങ്ങൾ അരുവിക്കരയിലും പ്രകടമാകാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം സാമുദായിക ചിന്തകൾ ജനങ്ങളെ സ്വാധീനിച്ചാൽ അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാകും. അരുവിക്കരയിൽ നിന്നും ക്യാമറമാൻ ഷിജു M. നായർക്കൊപ്പം സൈഫ് സെനുലാബ്ദീൻ, റിപ്പോർട്ടർ.